ആളുണ്ട്. അത് ബഹുമാന്യരെ, യമന്റെ സ്മൃതികുടീരത്തിൽ പുഷ്പചക്രം അർപ്പിക്കുന്നതിലേക്ക് വേണ്ടി ബഹുമാനീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായിയെ ആദ്യം ക്ഷണിക്കുകയാണ്. ഞങ്ങളിലൂടെ ജീവിക്കുന്നു. കാലം സാക്ഷി, ചരിത്രം സാക്ഷി, രക്തസാക്ഷി, കുടീരം സാക്ഷി. ഇല്ല ഇല്ല മരിച്ചിട്ടില്ല, സഖാവിയും മരിച്ചിട്ടില്ല. ജീവിക്കുന്നു ജീവിക്കുന്നു, ഞങ്ങളിലൂടെ ജീവിക്കുന്നു. ലാൽസലാം ലാൽസലാം, നൂറ് നൂറ് ലാൽസലാം. ഇൻക്ലാബ് സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്, യമസ് ദിനം സിന്ദാബാദ്. ഇല്ല ഇല്ല മരിച്ചിട്ടില്ല, സഖാവിയും മരിച്ചിട്ടില്ല. ജീവിക്കുന്നു ജീവിക്കുന്നു, ഞങ്ങളിലൂടെ ജീവിക്കുന്നു. ഇൻക്ലാബ് സിന്ദാബാദ്, ലാൽസലാം ലാൽസലാം, നൂറ് നൂറ് ലാൽസലാം. ഇല്ല ഇല്ല മരിച്ചിട്ടില്ല, ഇല്ല ഇല്ല മരിച്ചിട്ടില്ല. ജീവിക്കുന്നു ജീവിക്കുന്നു, ഞങ്ങളിലൂടെ ജീവിക്കുന്നു. ഇൻക്ലാബ് സിന്ദാബാദ്, സിപിഐഎം സിന്ദാബാദ്. ലാൽസലാം ലാൽസലാം, നൂറ് നൂറ് ലാൽസലാം. ഇല്ല ഇല്ല മരിച്ചിട്ടില്ല, സഖാവിയും മരിച്ചിട്ടില്ല. ജീവിക്കുന്നു ജീവിക്കുന്നു, ഞങ്ങളിലൂടെ ജീവിക്കുന്നു. അനുസ്മരണ യോഗം ആരംഭിക്കുകയാണ്. എല്ലാവരെയും ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷനായി പ്രിയങ്കരനായ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് വി ജോയിയെ ക്ഷണിക്കുകയാണ്. സ്വാഗതം ആശംസിക്കുന്നതിന് പാർട്ടിയുടെ പാളയം ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് വഞ്ചൂർ ബാബുവിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, സഖാക്കളെ, സഖാവ് എം.എസ്. നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 27 വർഷം പൂർത്തിയാവുകയാണ്. ദേശാഭിമാനി വാരികയിൽ ആ ആഴ്ചയിലെ സ്ഥിരം പങ്ക്തി കൂടി എഴുതി പൂർത്തിയാക്കിയതിനു ശേഷമാണ് അദ്ദേഹം ആശുപത്രിയിലോട്ട് പോകുന്നത്. അപ്രതീക്ഷിതമായിരുന്നു കേരളത്തിലെ ആ നിയോഗം. നവോത്ഥാന നായകനും ഐക്യ കേരളത്തിന്റെ ശില്പിയുമായ എം.എസ്. നയിച്ച പാതയിലൂടെയാണ് നമ്മൾ ഇന്നും സഞ്ചരിക്കുന്നത്. വർഗീയതയുടെ വിഷം ചീറ്റുന്നവർക്ക് കേരളത്തെ സ്വാധീനിക്കാൻ കഴിയാത്ത വിധം തെളിച്ചിട്ടുള്ളതാണ് ആ വഴി. CPM ആണ് ആ പാതയിലെ വെളിച്ചം. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സിദ്ധാന്തങ്ങളാണ് പാർട്ടിയുടെ ഊർജം. BJP നേതൃത്വം നൽകുന്ന യൂണിയൻ സർക്കാർ കേരളത്തെ എല്ലാ തരത്തിലും ഞെരുക്കി നശിപ്പിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. എന്നാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി നയിക്കുന്ന നമ്മുടെ സർക്കാരും പാർട്ടിയും അവരുടെ എല്ലാ നീക്കങ്ങളെയും പരാജയപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. ഇതൊരു സമരമാണ്. അതിന് EMS നൽകിയ ഊർജം ചെറുതല്ല. ഇന്ന് EMS അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നത് ബഹുമാനീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ. അദ്ദേഹത്തെ വളരെ വിനയത്തോടുകൂടി ആദരവോടുകൂടി സ്വാഗതം പറയുകയാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി PB അംഗവുമായിട്ടുള്ള MD ഗോവിന്ദമാസ് ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഇവിടെ സംസാരിക്കും. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ PB അംഗം MA ദേവി ഇവിടെ എത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം TP രാമകൃഷ്ണൻ, LDFന്റെ കൺവീനർ കൂടിയായ TP രാമകൃഷ്ണനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രി, ബഹുമാനീയനായ മന്ത്രിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിനെ വളരെ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ ഇവിടെ ഉണ്ട്. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുടങ്ങി ഈ വേദിയിൽ മുതിർന്ന നേതാക്കന്മാരുണ്ട്. ഇതിൽ പങ്കെടുത്തിരിക്കുന്ന ചന്ദ്രൻ ചേട്ടൻ അടക്കമുള്ള EMSന്റെ കുടുംബാംഗങ്ങളായിട്ടുള്ള EM രാധയുണ്ട്, ഗുപ്തനുണ്ട്. അങ്ങനെ തുടങ്ങി ഇവിടെ ഒട്ടനവധി ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരെയും പാർട്ടി ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അഭിവാദ്യം. കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ ഈ വേദിയിലുണ്ട്. അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ആദരവോടെ പ്രിയപ്പെട്ട മാഷിനെ അനുസ്മരണ പ്രഭാഷണം നടത്താൻ ക്ഷണിക്കുകയാണ്. കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, മറ്റ് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, മന്ത്രിമാർ, പ്രതിനിധികൾ, VMSന്റെ കുടുംബാംഗങ്ങൾ, പാർട്ടി നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരു ദിവസം കേരള രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഏത് വ്യക്തിക്കും ഓർമ്മിക്കാതെ കടന്നു പോകാനാവാത്ത ഒരു പേര് ആധുനിക കേരളത്തിന്റെ ശില്പിയായ VMSന്റെ പേരാണ്. ഓരോ വർഷവും നമ്മൾ ഈ പ്രത്യേക ദിനത്തിൽ നമ്മൾ സ്മരിക്കുമ്പോൾ ആ സ്മരണ കേരളത്തിന്റെ പുതുക്കിപ്പണിയുന്ന പ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഊർജമായിട്ട് നമുക്ക് നൽകുകയാണ്. തൊഴിലാളി വർഗത്തിന്റെ VMS തന്നെ പറഞ്ഞ ഭാഷയിൽ ദത്തുപുത്രനായിട്ട് കടന്നു വന്നു. ആ വർഗക്കൂറോടെ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിലൂടെ, കോൺഗ്രസിലൂടെ, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനും നേതാവുമായി ലോകത്ത് അറിയപ്പെടുന്ന മാർക്സിസ്റ്റ് ലെനിനിസ്റ്റായിട്ടാണ് VMSനെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. തികച്ചും വ്യത്യസ്തമായ സാഹചര്യത്തിൽ എങ്ങനെയാണ് സാമൂഹ്യ ചരിത്രത്തിൽ മാർക്സിസത്തെ അടയാളപ്പെടുത്തേണ്ടത് എന്ന കാര്യം മാർക്സിസ്റ്റ് ദർശനവും അതിന്റെ പ്രയോഗമായ ചരിത്രപരമായ ഭൗതികവാദവും ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളിലും ഉൾച്ചേർത്ത് VMS മലയാളിയെയും ഇന്ത്യയിൽ ഓരോരുത്തരെയും എന്റെ ജീവിതം കൊണ്ട് പഠിപ്പിക്കുകയും VMS പറയുന്ന ഓരോ കാര്യവും നമുക്ക് പുതുമയുള്ളതായി തോന്നാനുള്ള കാരണം സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായി ഉണ്ടാവുന്ന ഓരോന്നിലും ലോകത്ത് തന്നെ അത്യപൂർവം ആളുകൾക്ക് മാത്രം സാധിച്ച സിദ്ധി, അതിലൊക്കെ മാർക്സം സന്നിവേശിപ്പിക്കാനുള്ള ശേഷി, അതായിരുന്നു സഖാവ് VMSന്റെ പ്രത്യേകത. ഏത് പ്രശ്നത്തെയും
കൃത്യതയോടുകൂടി വിലയിരുത്താനും വിശകലനം ചെയ്യാനും അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും അതിന്റെ പ്രായോഗിക തലം കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോകാനും കെൽപ്പ് നേടിയ അത്യപൂർവം മാർക്സിസ്റ്റുകാരിൽ ഒരാളാണ് മാർക്സിസ്റ്റ് ദാർശനികനായ സഖാവ് EMSന്റെ സ്മരണ പുതുക്കുന്ന ഈ സന്ദർഭത്തിൽ ആധുനിക കേരളത്തെ കെട്ടിപ്പൊക്കി ലോകത്തിന്റെ മുമ്പിൽ സമാനതകളില്ലാത്തൊരു നാടാക്കി കേരളത്തെ മാറ്റുന്നതിനു വേണ്ടിയുള്ള അടിത്തറ ഒരുക്കി അതിന്റെ ആശയതലം കൈകാര്യം ചെയ്ത് നമുക്കെല്ലാം കൃത്യമായി ദിശാബോധം നൽകിയ ഏറ്റവും പ്രമുഖനായ മാർക്സിസ്റ്റ് ചിന്തകനാണ് വിപ്ലവകാരിയായ സഖാവ് EMS. ഞാനതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കാൻ ഇപ്പോഴും മുതിരുന്നില്ല. എത്രയോ ആളുകൾ ലോകത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് EMSനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. EMSന്റെ ദാർശനികമായ കാഴ്ചപ്പാടിനെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നവർ മാത്രമല്ല, അല്ലാത്തവരും EMSന്റെ ജീവിതം, EMSന്റെ സംഭാവന, അതിനെ സംബന്ധിച്ചെല്ലാം നല്ലപോലെ ഗവേഷണപരമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. കേരളം എങ്ങനെയാണ് വളരേണ്ടത്, അതിന്റെ ദിശാബോധം നൽകി 1956 ഐക്യകേരളം രൂപം കൊള്ളുന്ന പശ്ചാത്തലത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന കാര്യത്തിൽ കൃത്യതയോടുകൂടി പാർട്ടിയെയും ജനങ്ങളെയും പഠിപ്പിക്കാൻ നേതൃത്വപരമായ പങ്കുവഹിച്ച നേതാവ് സഖാവ് EMS തന്നെ. അന്ന് തീരുമാനത്തിന്റെ വെളിച്ചത്തിലാണ് സഖാവ് EMSന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന ഐക്യ കേരളത്തിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടവും അതിന്റെ വിജയവും നേടാനായി. ലോക ചരിത്രത്തിൽ ആദ്യമായി പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിലൂടെ ജനസമ്മതിയോടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് 57 സഖാവ് EMSന്റെ ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന്റെ പരിമിതി എന്താണ്, ആ ഗവൺമെന്റിന് ചെയ്യാനാവുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് കൃത്യമായി ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഗവൺമെന്റ് മുന്നോട്ടേക്ക് പോയത്. ഈ കേരളത്തെ ഇന്നത്തെ കേരളമാക്കി രൂപപ്പെടുത്തുന്നതിൽ അടിസ്ഥാനപരമായ നിലപാട് സ്വീകരിച്ചത് ആ ഗവൺമെന്റാണ്. ഗവൺമെന്റ് രൂപീകരിച്ച് 6-ാമത്തെ ദിവസം കുടിയൊഴിപ്പിക്കരുത് എന്ന ഓർഡിനൻസ് അതോടുകൂടിയാണ് കേരളീയന് നിൽക്കാൻ ഒരിടം കിട്ടിയത്. നിൽക്കാൻ ഇടം കിട്ടിയപ്പോഴാണ് തന്റെ ഇടമുണ്ടായത്. തനിക്കിടം, അപ്പോഴാണ് തന്റെ ഇടം. അന്ന് മുതൽ ഇങ്ങോട്ട് രണ്ടാമത്തെ ഗവൺമെന്റ് വന്നപ്പോൾ 1967 ഗവൺമെന്റ് വന്നപ്പോൾ 69 കാർഷിക ഭൂപരിഷ്കരണ നിയമം, ഭേദഗതി നിയമം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോഴും ജന്മിയുണ്ട്. ജന്മിവർഗമില്ലാത്ത ഒരു വർഗം തന്നെ ഇല്ലാത്ത ഒരു സംസ്ഥാനം ഈ കേരളം. അതാണ് കേരളത്തിന്റെ അടിസ്ഥാനപരമായ വളർച്ചയുടെ ഭൂബന്ധത്തിൽ വന്ന മൗലികമായ മാറ്റം. അതിന്റെ തുടർച്ചയായിട്ടാണ് ജനകീയാസൂത്രണ പ്രസ്ഥാനം, സാക്ഷരതാ പ്രസ്ഥാനം, ദുർബല ജനവിഭാഗങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ, കർഷക തൊഴിലാളി പെൻഷൻ ഉൾപ്പെടെയുള്ള, പിന്നീട് സാമൂഹ്യക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഈ കേരളം. ഈ കേരളത്തെ ഇനി എങ്ങനെയാണ് മുന്നോട്ടേക്ക് നയിക്കുക എന്നുള്ളതിന്റെയും ഭാവനാപൂർവമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മരണത്തിന് മുമ്പ് തന്നെ സഖാവ് EMS കേരളത്തിന്റെ വളർച്ചയെ, വികാസത്തെ കൃത്യമായി അടയാളപ്പെടുത്തി. അത് സ്വാഭാവികമായും ഇന്ന് നമ്മുടെ മുമ്പിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി ഒരു ടേം കഴിഞ്ഞ് രണ്ടാമത്തെ ടേമിലേക്ക് കേരളം അധികാരത്തിൽ വരില്ല എന്ന പഴയകാല ധാരണ മാറ്റി ചരിത്രത്തിലാദ്യമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്നു. ആ ചരിത്രം വീണ്ടും തിരുത്താൻ പോവാണ്. ആ തിരുത്തുന്നത് രണ്ടാമത്തെ ടേം മാത്രമല്ല,
മൂന്നാമത്തെ ടേമിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. അത് കേവലമായ ഒരു സങ്കല്പവും സ്വപ്നവുമല്ല. അതിന് കൃത്യമായ സാമ്പത്തിക അർത്ഥശാസ്ത്ര പശ്ചാത്തലമുണ്ട്. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. നമ്മൾ കിഫ്ബിയാണ് ആദ്യത്തെ ഗവൺമെന്റ് ആശ്രയിച്ചത്. കിഫ്ബിയെ ആശ്രയിച്ചപ്പോൾ ഇപ്പോഴേതാണ്ട് 90,000 കോടി രൂപയുടെ ബഡ്ജറ്റിന്റെ പുറത്തുള്ള പണം നമുക്ക് ഫലപ്രദമായി കേരളത്തിന്റെ വികസനത്തിന്, അടിസ്ഥാന സൗകര്യ വികസനത്തിന്, സ്കൂളുകൾ, അതുപോലെ തന്നെ ആശുപത്രികൾ, റോഡുകൾ, പാലങ്ങൾ തുടങ്ങി കേരളത്തെ അതിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാക്കി കേരളത്തെ മാറ്റി, ഇന്ത്യയിലെ തന്നെ. അതിന്റെ തുടർച്ചയിൽ നമ്മൾ എങ്ങനെയാണ് വളരുക? അതിന്റെ തുടർച്ചയിൽ വളരുന്നതിനെ പറ്റിയാണ് രണ്ടാം പിണറായി ഗവൺമെന്റ് ആലോചിക്കുകയും ചർച്ച ചെയ്യുമ്പോഴും ദാരിദ്ര്യം അവസാനിപ്പിക്കുകയാണ്. അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി വരുന്ന നവംബർ 1-ാം തീയതി കേരളം മാറാൻ പോവുകയാണ്. അത് ഇതേ നിലപാടാണ്. ഈ അടിസ്ഥാന വർഗത്തിന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ മേഖലയിൽ ലോകോത്തരമായ തലത്തിലേക്കുള്ള ഉയർച്ച, ചികിത്സാ സംവിധാനം ഉൾപ്പെടെ ആരോഗ്യ പരിപാലനത്തിൽ ലോകത്തെ വിസ്മയം തീർത്ത നമ്മുടെ ജനകീയമായ രീതിയിൽ ഉയർന്നു വന്ന ആരോഗ്യ പ്രസ്ഥാനം, ആർദ്രം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വളർച്ച, തൊഴിലില്ലായ്മ പരിഹരിക്കാനാവില്ല എന്നായിരുന്നു നമ്മുടെ ധാരണ. മുതലാളിത്തം നിലനിൽക്കുന്നിടത്തോളം കാലം തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കാനാവില്ല എന്നാണ്. നമ്മളിപ്പോൾ തെളിയിക്കാൻ പോവുകയാണ്. കേരളത്തിലെ തൊഴിലില്ലായ്മ പ്രശ്നം ഇന്നത്തെ ഇന്ത്യൻ പരിതസ്ഥിതിയിൽ ഒരു ഗവൺമെന്റിനും ചെയ്യാൻ സാധിക്കാത്തത് കേരളത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് അതെങ്ങനെയെന്ന് പറയുമ്പോൾ നമുക്കറിയാം, സ്വയം സംരംഭകരെ കണ്ടെത്താനുള്ള ശ്രമം നടത്തി ലക്ഷക്കണക്കിന് ആളുകൾ നമ്മൾ രജിസ്റ്റർ ചെയ്തു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് തുക കൊടുക്കാൻ കഴിയുന്ന സാധ്യതയുണ്ടായി. ഞാനതിന്റെ കണക്കിലേക്കൊന്നും കടക്കുന്നില്ല, സമയമില്ല. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിലുള്ള പ്രവർത്തനം, നമുക്ക് മൂലധനം വേണം. പുറംകൈയോടെ ഈ കേരളത്തെ പുതുക്കാൻ സാധിക്കില്ല, നവീകരിക്കാൻ സാധിക്കില്ല. ആ മൂലധനത്തിന്റെ ഭാഗമായിട്ടുള്ള സംരംഭമാണ് നമ്മൾ നടത്തിയത് കൊച്ചിയിലൂടെ. അപ്പോൾ ആദ്യം 1,52,000 കോടി വന്നു. കായികമിനെ പറഞ്ഞത് 44,000 കോടി വന്നു എന്നാണ്. ഏതാണ്ട് 2 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപത്തിന്റെ സൗകര്യം ഈ കേരളത്തിന് ലഭിച്ചാൽ ഒരു സംശയവും വേണ്ട, ഈ കേരളം രാജ്യത്തിന്റെ മുമ്പിലെ, ലോകത്തിന്റെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃകയായി നമുക്ക് ഈ മുന്നോട്ടേക്ക് പോകാൻ കഴിയും. മൂന്നാമത്തെ ടേം ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന്റെ പശ്ചാത്തലം അതായിരിക്കും. കേവലമായിട്ടുള്ള ആഗ്രഹപ്രകടനമല്ല, വസ്തുനിഷ്ഠമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾക്ക്, 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതിന്റെ അപ്പുറമുള്ളവർക്കും തൊഴിൽ കൊടുക്കാൻ സാധിക്കും. സംരംഭകരായിട്ട് മുന്നോട്ടേക്ക് വരുന്നവരെ നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. നമ്മുടെ വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി ഈ 2 ജില്ല, ഏറ്റവും പ്രധാനപ്പെട്ട 2 ജില്ല തിരുവനന്തപുരം അതുപോലെ തന്നെ കൊല്ലവും പുതിയ രീതിയിൽ വരും. വ്യാവസായിക കോറിഡോറിന്റെ ഭാഗമായിട്ട് കൊച്ചി മുതൽ കോയമ്പത്തൂർ വരെ 1400 ഏക്കർ ഭൂമിയാണ് ഇപ്പോഴും തന്നെ ഏറ്റെടുത്തിട്ടുള്ളത് പാലക്കാട്. അതുപോലെ കോഴിക്കോട് നിന്ന് മംഗലാപുരത്തേക്ക് പുതിയ വ്യാവസായിക കോറിഡോർ. ഇതിനൊക്കെ മൂലധന നിക്ഷേപത്തിന് ആവശ്യമുള്ള ആയിരക്കണക്കിന് ആളുകളുടെ സംഭാവന, അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുടെ മുന്നോട്ടുള്ള യാത്ര. വ്യവസായ സൗഹൃദമാണ് കേരളം എന്നുള്ള ഒരു പൊതുവായ ചിത്രം. സർവതല സ്പർശിയായ മേഖലയിൽ ഈ കേരളം മുന്നേറുന്നതിന് അടിസ്ഥാനം കുറിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അത് EMS ആണ്. ആ EMSന്റെ സ്മരണ ഈ കേരളത്തെ പുതുക്കി പണിയും. ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ ഊർജ്ജസ്വലമായി മുന്നോട്ടേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തായി നമുക്കത് ഉപയോഗിക്കാനാവും. അത് ഉപയോഗിക്കണമെന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഖാവ് EMSന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. സഖാക്കളെ, വൈകുന്നേരം വളരെ വിപുലമായിട്ടുള്ള ഒരു അനുസ്മരണ യോഗം വൈകുന്നേരം വെച്ചിട്ടുണ്ട്. ആ EMS അക്കാദമിയിൽ വൈകുന്നേരം അനുസ്മരണ യോഗത്തിൽ എല്ലാ സഖാക്കളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഇവിടെ പങ്കെടുത്ത മുഴുവൻ നേതാക്കൾക്കും സഖാക്കൾക്കും പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. യോഗ പരിപാടികൾ അവസാനിക്കുന്നു.